ദിവസവും വെള്ളം കുടിക്കാറുണ്ട്, പക്ഷെ എന്നിട്ടും എനിക്ക് സ്റ്റോൺ വന്നു ഡോക്ടറെ എന്ന് ചില പേഷ്യൻസ് നമ്മളുടെ അടുത്ത് വന്ന് പറയും. അപ്പം വെള്ളം കുടിക്കാത്തത് മാത്രമാണോ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ ഇന്ന് കിഡ്നി സ്റ്റോണിൻ്റെ ബാക്കി കാരണങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ നുസൈഫ്. അപ്പം കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കുന്നതിന് പല പല കാരണങ്ങളുണ്ട്. കേവലം വെള്ളം കുടിക്കാത്തത് കൊണ്ട് മാത്രമല്ല കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നത്. നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ കിഡ്നിയുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള മാലിന്യങ്ങൾ, അത് വെച്ചാൽ കാൽഷ്യം ഓക്സലേറ്റ്, യൂറിക് ആസിഡോ അങ്ങനെയൊക്കെ പോലുള്ള കുറേ മാലിന്യങ്ങളുണ്ട്. ഈ മാലിന്യങ്ങൾ നമ്മുടെ ബ്ലഡിൽ നിന്നും റിമൂവ് ചെയ്ത് രക്തത്തെ ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു ജോലിയാണ് നമ്മുടെ കിഡ്നീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം യൂറിനിൽ സാധാരണ ഇതുപോലുള്ള സ്റ്റോണുകളുടെ മീൻസ് ഇതുപോലുള്ള ധാതുക്കളുടെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ, അതിൻ്റെ സാന്ദ്രത കൂടുകയാണെങ്കിൽ യൂറിൻ ഇങ്ങനെ കൂടുതലായിട്ട് കട്ടിയിൽ പോകുന്ന ചില ആളുകളുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഈ ധാതുക്കളുടെ അളവ് യൂറിനിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം എത്തരത്തിലുള്ള ആളുകളിലാണ് കൂടുതലായിട്ട് സ്റ്റോൺ കാണുക എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യത്തെ ഉത്തരം നമ്മുടെ ഈ വെള്ളം കൂടി കുറവുള്ള ആളുകളിലാണ്. കാരണം ചില റിപ്പീറ്റഡ്ലി യൂറിനറി ഇൻഫെക്ഷനുകൾ വരുന്ന ആളുകളിൽ സ്റ്റോൺ വരാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. പിന്നുള്ളത് പാരമ്പര്യമായിട്ട് ചില ഫാമിലീസിൽ നമുക്ക് കാണാം ഇങ്ങനെ മിക്കവാറും ആളുകൾക്ക് സ്റ്റോൺ ഉള്ളത്. അങ്ങനെയുള്ളവർക്ക് സ്റ്റോൺ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ അമിതമായിട്ടുള്ള വണ്ണമുള്ളവരിൽ, അമിതവണ്ണം ഒബേസിറ്റി എന്ന് പറയുന്ന അമിതവണ്ണമുള്ള ആളുകളിൽ സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ചില മെറ്റബോളിക് ഡിസീസുകളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലർക്കൊക്കെ സ്റ്റോൺ വരാം. പിന്നെ എപ്പോഴും ഈ ജങ്ക് ഫുഡ്, ഫാറ്റി ഫുഡ്, പ്രോസസ്ഡ് ഫുഡൊക്കെ കഴിക്കുന്ന ആളുകളിൽ അമിതമായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നവരിൽ അത് ഭയങ്കര കോമൺ ആണ്. കൂടുതൽ ഉപ്പ് ഉപയോഗിക്കുന്നവരിലേക്ക് സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതലാണ്. സാധാരണ നമുക്കറിയാമല്ലോ, ഈ സ്റ്റോണുകൾ തന്നെ നമ്മളെപ്പോഴും പേഷ്യൻസിൻ്റെ സൈഡിൽ നിന്ന് പറയുമ്പോൾ കിഡ്നി സ്റ്റോൺ എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. പക്ഷേ കല്ലുകൾ തന്നെ, മൂത്രത്തിൽ കല്ല് പല വിധത്തിലുണ്ട്. അപ്പം എല്ലാ സ്റ്റോണുകൾക്കും വെള്ളം കുടിച്ചാൽ മതി, ഇല്ലെങ്കിൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള പഥ്യങ്ങൾ പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമല്ല. ഇതിൽ പല ടൈപ്പ് സ്റ്റോൺ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട്, ഓക്സലേറ്റ് സ്റ്റോൺസ് ഉണ്ട്, യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ട്, സിസ്റ്റീൻ സ്റ്റോണുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രൂവൈറ്റ് സ്റ്റോണുകളുണ്ട്. അപ്പോൾ ഈ പലതരത്തിലുള്ള സ്റ്റോണുകളാണ് പല പേഷ്യൻസിൽ കാണുന്നത്. അപ്പോൾ ഈ സ്റ്റോണുകൾ ഉള്ള എല്ലാവരും ജസ്റ്റ് വെള്ളം കുടിക്കുന്ന മാത്രമല്ല, കൃത്യമായിട്ട് ഏത് ടൈപ്പ് സ്റ്റോൺ ആണെന്ന് അറിയുകയും അതിനനുസരിച്ചിട്ടുള്ള പഥ്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ്.